ഗുഡ് മോർണിംഗ്. യോഹനാൻ സിമ്മിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് കാണിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി. ബാച്ചിലേഴ്സിനും സമയമില്ലാത്തവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് വെല്ലുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കരിയാപ്പില. വെല്ലുള്ളിയും തക്കാളിയും നീളത്തിൽ മുറിച്ചെടുത്തു. ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുത്തു. പച്ചമുളക് നീളത്തിൽ കീറിയത്, പിന്നെ കരിയാപ്പില. 1 കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. പ്രഷർ കുക്കർ ചൂടാക്കാൻ വെക്കുക. പ്രഷർ കുക്കർ ചൂടായ ശേഷം വെളിച്ചെണ്ണ 3 മുതൽ 4 ടീസ്പൂൺ വരെ നമുക്ക് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ നീട്ടത്തിൽ മുറിച്ച വെല്ലുള്ളിയും ചതച്ച് വെച്ച ചെറിയുള്ളിയും കൂടെ അതിലേക്ക് ഇടുക. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഉള്ളി പെട്ടെന്നൊന്ന് വേകാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ് അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ഇടാം. അപ്പോൾ നമുക്ക് പെട്ടെന്നത് വെന്ത് കിട്ടും. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് കരിയാപ്പില, ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി അത് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമണം മാറുന്നവരെ ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പച്ചമണം മാറിയ ശേഷം നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി വേവിക്കാനായിട്ട് 2 മുതൽ 3 മിനിറ്റ് വരെ എടുക്കും. ഈ സമയം കൊണ്ട് നമ്മൾ ഒരു 2.5 ഗ്ലാസ് വെള്ളം അപ്പുറത്തെ അടുപ്പിലൊന്ന് തിളപ്പിക്കാൻ വെക്കുക. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചുടച്ച് നോക്കിയാൽ മതി. അപ്പോൾ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഇത് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്തും വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ മസാല പൊടികളാണ് ചേർക്കാൻ പോകുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല. 1 കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലകളുടെ ഒരു പച്ചമണം ഉണ്ടാവും. ആ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. പച്ചമണമൊക്കെ പോയ ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ മസാലേസും എല്ലാ പീസസിൽ കൂടെ നന്നായിട്ട് പിടിപ്പിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. 1 മിനിറ്റത്തേക്ക് ഹൈ ഫ്ലെയിമിൽ ഇതുപോലെ ചിക്കൻ ഒന്ന് സോട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും. ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ചിക്കൻ മൂടി ഇരിക്കാനുള്ള പാകത്തിന് മാത്രം, ചിക്കൻ കവർ ചെയ്യുന്ന രീതിയിൽ മാത്രം വെള്ളമാണ് ഞാൻ ഒഴിക്കാറ്. എക്സ്ട്രാ വെള്ളം ഞാൻ ഒഴിക്കാറില്ല. എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുക. ഇനി കുക്കർ ക്ലോസ് ചെയ്ത ശേഷം 3 വിസിലാണ് ഞാൻ അടുപ്പിക്കാറ്. ആദ്യത്തേത് ഹൈ ഫ്ലെയിമിൽ, ബാക്കി 2 ലോ ഫ്ലെയിമിലാണ്. 3 വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ പോയ ശേഷം നമ്മൾ കുക്കർ തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. നല്ല കുറുകിയ ചിക്കൻ കറി റെഡിയാണ്. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ കടുക് പൊട്ടിച്ചും വേറൊരു ലെവലിലേക്ക് കറിയാക്കി എടുക്കാം. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴത്തേക്കും അത് വേറൊരു കറിയാവും. അങ്ങനെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയാണ്. നമുക്ക് ഇത് ഒരു പുലാവിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തി, പൊറോട്ട, പത്തിരികളുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.